ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ വിഷയം അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇന്നാണ് ഇതിന് പുറലോകം കാണാനൊരു അവസരം കിട്ടിയത്. അപ്പം ഞാനും അപ്പോൾ കൂടെ രാവിലെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും പിടി കിട്ടണമെന്നില്ല. എങ്കിരുന്നാൽ പോലും ഉറി വഴിപാടുള്ള അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ. അതെ, ആ ഒരു വഴിപാടുള്ള ലോകപ്രശസ്തമായ ആറ് ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഈ വട്ടത്തെ വിഷുക്കണി കാണാൻ വേണ്ടി വന്നത്. വന്നപ്പോൾ തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാവിലെ അവിടെ അമ്പലത്തിലുള്ള കണിയും കാര്യങ്ങളും. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് കേട്ടോ. അവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നത്. അങ്ങനെ നല്ല പോസിറ്റീവായിട്ട് തന്നെ കണിയും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം അവിടെ അമ്പലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഞ്ഞിയുണ്ട് രാവിലെ. അന്നത്തെ ദിവസം കഞ്ഞി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. ഈ കണ്ട കാഴ്ച എത്രത്തോളം മനോഹരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെ അത് മനസ്സിലാകത്തില്ല. ഈ വീഡിയോയിൽ എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് സമയം ചിലവഴിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു. ഇനി നമുക്ക് വിഷുവിന് ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ അരിയടപ്പിടാം. വാ, അത്ര വലിയ ഗ്രാൻഡ് സദ്യ ഒന്നുമില്ല കേട്ടോ. അതിനും സദ്യ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, അത് വേറൊറ്റം. എങ്ങനത്തെ പോലെ എനിക്കറിയാവുന്ന പോലെയൊക്കെ തന്നെ അത്യാവശ്യം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ ഫസ്റ്റ് ചോറെന്ന് പറയുന്നത് ചോറാണല്ലോ. അങ്ങനെ ചോറൊക്കെ വെക്കാമെന്ന് വെച്ചു. അങ്ങനെ അരിയൊക്കെ അടപ്പിയിട്ടു. ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. അപ്പം അരി അടപ്പിട്ടു. ഇനി ഒരു ചെറിയ മെഴുക്കുവരട്ടി തോരനും ഒഴിച്ചറിയാം. ഈ ഒരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയേക്കാം. ഒരെണ്ണം എടുക്കുന്നതിന് മെയിൻ കാരണം ഞാനും ഉപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെ ഫ്രൈ ചെയ്യാം. പിന്നെ ഒരു രസം വെക്കാം. ബിക്കോസ് തൈരുണ്ടായിരുന്നെങ്കിൽ മോര് വെക്കായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഏക കാര്യം രസമാണല്ലോ. പിന്നെ അച്ചാറുണ്ട്, പപ്പടം കച്ച. അപ്പോൾ വാ, ആദ്യം ക്യാരറ്റ് മെഴുക്കുവരട്ടിക്കുള്ളത് സെറ്റാക്കാം. ക്യാരറ്റ് മെഴുക്കുവരട്ടിക്കുള്ള വകുപ്പെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറി, 1 ക്യാരറ്റും ഇതേപോലെ അരിഞ്ഞു. ഇനി വഴുതനങ്ങ. വെള്ളം ചൂടാൻ അപ്പം നമുക്ക് അരി കഴുകാം. ഞാൻ താണ്ട ഇതാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് ഞാനിത് വെള്ളത്തിലിടും. വെള്ളത്തിലൊക്കെ എന്തിനാണ് ഇടുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുണ്ട്. ഞാനങ്ങ് ഇടും. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്താണ് ഞാൻ ഇത് വെക്കുന്നത്, ഫ്രൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഇച്ചിരി എരിവിന് മുളക് പൊടി ഇടുക, ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറുമുറ ആക്കേണ്ടവർക്ക് കറുമുറ ആക്കാം. അത്രയേ ഉള്ളൂ. വഴുതനങ്ങ ഫ്രൈ അങ്ങനെ റെഡിയാവും. മറ്റേത് ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എളുപ്പം. ഉപ്പിടുക, അല്ല വെളിച്ചെണ്ണ ഒഴിക്കുക, ഇതിനെ തട്ടുക, ഉപ്പിടുക, വേവിച്ചെടുക്കുക. സിമ്പിൾ. പിന്നെ അടുത്ത നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് രസമാണ്. രസം ഉണ്ടാക്കുന്നത് അറിയാമല്ലോ. ഞാൻ ഒരു കുഞ്ഞ് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ചത് തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട്. അതെ. പിന്നെ എനിക്ക് അപ്പു കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്. ആ രസത്തിനകത്ത് നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇത് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് രസം. അത്രേ ഉള്ളൂ. പിന്നെ തൈര് ഉണ്ടായിരുന്നെങ്കിൽ പുളിശ്ശേരി വെക്കാമായിരുന്നു. പിന്നെ അഗാധമായിട്ടുള്ള വലിയ ഐറ്റമായിട്ടുള്ള സാമ്പാർ, പരിപ്പ്, അവിയൽ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒന്നും എനിക്കറിഞ്ഞൂടാ. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ തീയൽ വെക്കാം കേട്ടോ. എന്ന് വെച്ചിട്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് തീയൽ വെച്ചാൽ അല്ലാന്നെങ്കിൽ തീയൽ വെച്ചുകൂടായിരുന്നു, രസം എന്തിനാണ് വെക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിൽ ഞാനങ്ങ് പറയാം. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിഞ്ഞൂടാ. തേങ്ങ ആരെങ്കിലും പൊട്ടിച്ച് തന്നാൽ തിരുമ്മി തരാൻ വെക്കും. തേങ്ങ പൊട്ടിക്കാൻ പേടിയാണ്. എങ്ങാനും ആ വെട്ടി വെച്ചിട്ട് വെട്ടുമ്പോൾ എൻ്റെ കൈ വെട്ടിയാലോ എന്നൊക്കെയുള്ള പേടി. നമ്മളെന്തിനാ റിസ്ക് എടുക്കുന്നേ? ഒന്നാമത് ഇവിടെ ആരുമില്ല. കൈ വല്ലതും മുറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പോലും വരില്ല.
ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറിയാവുന്നത് പോലെയൊക്കെ തന്നെ സാധനം ഉണ്ടാക്കാം. നമുക്ക് വിശപ്പിന് ആഹാരമല്ലേ വേണ്ടേ, അത് ഉണ്ടാക്കി കഴിക്കാം, അത്രയേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവായിരുന്നെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയപ്പോൾ കഞ്ഞി കുടിച്ചു. അപ്പോൾ ആ കഞ്ഞി ആക്കി, നല്ല കഞ്ഞിയായിരുന്നു. അപ്പോഴേ ഞാനിത് വേഗം അരിഞ്ഞു വെച്ച് വരാം. വഴുതനങ്ങയും അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ക്യാരറ്റ് മെഴുക്കുവരട്ടിയും ഉണ്ടാക്കാം. ക്യാരറ്റ് മെഴുക്കുവരട്ടി സെറ്റായി കേട്ടോ. അപ്പം അടുത്ത ഐറ്റത്തിനുള്ള സാധനം വെച്ചേക്കുന്നു. എണ്ണ ഒഴിച്ചു. അപ്പോൾ വഴുതന ഇട്ട് വഴുതനയും കൊണ്ടുണ്ടാക്കാം. വഴുതനങ്ങ ഫ്രൈയും സെറ്റ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്ത പപ്പടം പൊളിക്കണം കേട്ടോ. എന്നുള്ള സദ്യയുടെ ലാസ്റ്റ് ഐറ്റം സെറ്റ്. അങ്ങനെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സദ്യയാണിത്. ഇത് 2 ഇലയൊക്കെ വെട്ടി ഞങ്ങൾ 2 ആഹാരമൊക്കെ കഴിച്ച് എനിക്ക് വൈകിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിലായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ പറഞ്ഞ സമയത്തൊന്നും പ്രോഗ്രാം തുടങ്ങാൻ പറ്റില്ല, മഴയും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ബൈ.